ായിരുന്നു ഇരുന്ന ലോകത്ത് ഇതൊരു നല്ല പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ കാണാനും നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്നു എന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾ പ്രസംഗത്തിന് മുതിരുന്നില്ല. അല്ലേ, ഫാനുണ്ടല്ലോ, സൗണ്ട് ചൂടുണ്ടാകും ഇവിടെ അല്ലേ. ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളിതിന്റെ ആളുടെ എണ്ണം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളാരും നോക്കണ്ടില്ല. നമുക്കിതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ടച്ചില്ലാത്തതായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മകളും കൂടിച്ചേരലുകളും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ബർക്കത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ജുമാക്ക് ചെറിയ കുട്ടികളായിട്ട് പോകും. ആ കുട്ടികൾക്ക് അവിടെ പറയുന്ന ഒരു കാര്യവും മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അവരെ കൊണ്ടുപോകുന്നതാണ് സുന്നത്ത്. കാരണം എന്താണ്? അത് അവിടുന്ന് കിട്ടേണ്ട ഒരു ബർക്കത്തുണ്ട്, അത് ആ കുട്ടികൾ കിട്ടാനാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ആ ബർക്കത്ത് വേണ്ടേ? ഇപ്പൊ സമയത്തിന് ബർക്കത്ത് വേണ്ട, പൈസക്ക് ബർക്കത്ത് വേണ്ട, ആരോഗ്യത്തിന് ബർക്കത്ത് വേണ്ട, കുടുംബത്തിന് ബർക്കത്ത് വേണം. ചില ആളുകൾക്ക് ഒരുപാട് സമയം വെറുതെ കിട്ടുന്നുണ്ടാവും, ഒഴിവ് സമയം ധാരാളമായി അവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു നേടിയിട്ടുണ്ടാവില്ല. തിരിഞ്ഞു നോക്കുമ്പോ, ആ സമയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? ബർക്കത്തില്ല. ചില ആളുകൾക്ക് തീരെ സമയം ഉണ്ടാവില്ല, വളരെ കുറച്ച് സമയമേ അവർക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് അവർ പലതും നേടിയിട്ടുണ്ടാവും. കാരണം എന്താണ്? സമയത്തിന് ബർക്കത്തുണ്ട്. ചില ആളുകൾക്ക് നല്ലോണം പൈസ ഉണ്ടാവും, എമ്പാട് പണം അവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ കാര്യമായിട്ടൊന്നും അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ചൊരു റിസൾട്ട് ഒന്നും അതുകൊണ്ട് നേടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? ബർക്കത്ത് എന്നൊരു അനുഗ്രഹം കൂടി വേണം. പൈസ എന്നുള്ളൊരു അനുഗ്രഹം അയാൾക്കുണ്ട്, പക്ഷെ ബർക്കത്ത് എന്ന രണ്ടാമത്തെ അനുഗ്രഹം അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ ചില ആളുകൾക്ക് ആരോഗ്യമായിരിക്കും നല്ലോണം ഉണ്ടാവുക, നല്ല തടിമിടുക്കുണ്ടാവും. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും അതുകൊണ്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? ആരോഗ്യം എന്നൊരു അനുഗ്രഹം അയാൾക്ക് പഠിച്ചും കൊടുത്തിട്ടുണ്ട്, പക്ഷെ ബർക്കത്ത് എന്ന രണ്ടാമത്തെ അനുഗ്രഹം കൊടുത്തിട്ടില്ല, അയാൾ നേടിയെടുത്തിട്ടില്ല. അത് നേടിയെടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ നമ്മുടെ ജീവിതത്തിന് ബർക്കത്തുണ്ടാകുന്ന സദസ്സുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അതിന്റെ ആ വിഷയമല്ല പ്രധാനം, മറിച്ച് ഈ ഒരു കൂടിച്ചേരൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ബർക്കത്തുണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന അവസരങ്ങളായി ഇത്തരം അവസരങ്ങൾ മാറും, നമ്മൾ പോലും അറിയാതെ. അതാണ് നമ്മുടെ സമ്പാദ്യം. അപ്പൊ നിങ്ങളിവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് വയസ്സൊക്കെ ആയിട്ട് ഒരുപക്ഷെ ഈ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകും. നിങ്ങളുടെ ഹൈദരാബാദ് ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് നടത്തുമ്പോൾ എന്താണ് നമ്മുടെ ഓർമ്മയിലുണ്ടാവുക? നമ്മൾ ഇവിടുന്ന് നേടിയ പൈസ നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല, നമ്മൾ ഇവിടുന്ന് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല, നമ്മളിവിടെ താമസിച്ച നല്ല സുഖപ്രദമായ ഒരു ഫ്ളാറ്റ് നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഇതുണ്ടാവും. നമ്മളിവിടെ ചെയ്യുന്ന ഈ അമലുകളുണ്ടല്ലോ, അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അമലുകളുടെ പ്രാധാന്യം അതാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കാലത്തേക്ക് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ. നമ്മൾ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് മറന്നുപോയില്ലേ? നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? പക്ഷെ ഒരാളെങ്കിലും നമ്മുടെ കാരണം കൊണ്ട് സന്തോഷമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഒരു പാവപ്പെട്ട മനുഷ്യനെങ്കിലും നമ്മുടെ കാരണം കൊണ്ട് ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ പിറകിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. കാരണം എന്താണ്? അതാണ് നമ്മുടെ സമ്പാദ്യം. ഓരോ മനുഷ്യനും വെറുതെ ആലോചിക്കൂലേ, എന്താണിപ്പോ സമ്പാദ്യങ്ങൾ? നമ്മളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആലോചിക്കൂലേ, എന്താ ഇപ്പൊ സമ്പാദ്യം? അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നമ്മളോട് ചോദിക്കും,
ഇപ്പൊ കുറച്ചു കാലമൊക്കെ ഗൾഫിലൊക്കെ ജീവിച്ച ആളാണെങ്കിൽ അയാൾ ചോദ്യം സ്വയം ചോദിക്കല്ല, കൂടുതലായി ചോദ്യം കേൾക്കുന്ന ആളാ. പാവമായിരിക്കും. കുടുംബങ്ങൾ ചോദിക്കും, ഭാര്യ ചോദിക്കും, മക്കൾ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, എന്താ സമ്പാദ്യമുള്ളത്, എത്ര കാലമായി, ഞാനൊരു 10-15 കൊല്ലമായി, ആ കാര്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ആയോന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം അതായിരിക്കും. അപ്പൊ അയാളിങ്ങനെ പറഞ്ഞു തുടങ്ങും, പാവപ്പെട്ട മനുഷ്യൻ വീട് വെച്ചു, മക്കളെ കെട്ടിച്ചു, ഇങ്ങനെ കുട്ടികളെ വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ചില ആളുകൾക്ക് ഈ ചോദ്യം കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം എന്താണ്, അവരുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ ഈ ചോദ്യം കാത്തിരിക്കുന്നവരായിരിക്കും. എന്താണ് ചോദ്യം? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുന്നത് എന്താണ് സമ്പാദ്യമുള്ളത് എന്ന് ചോദിക്കുമ്പോ, നിങ്ങളോടൊരാൾ ചോദിക്കുന്നത് എന്താണ് സമ്പാദ്യമുള്ളത് എന്ന് ചോദിക്കുമ്പോ, അത് ആർക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്? ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നല്ലത്, പിന്നെയോ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ. പക്ഷെ ഇതേ ചോദ്യം പടച്ചോൻ ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം, എന്താണ് സമ്പാദിച്ചത് എന്ന് തന്നെയാണ് ചോദ്യം. എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തർ ഈ തിരക്കിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് അവനവന്റെ ഉള്ളിലേക്കൊന്ന് നോക്കട്ടെ, എന്താണ് സമ്പാദിച്ചത്. നാട്ടുകാരോട് നമ്മളോട് ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു എന്നാണ്. പടച്ചോൻ ചോദിക്കണതോ നമ്മൾക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു. ഓരോ മനുഷ്യനും ആലോചിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികളെന്താവും, എന്റെ കുടുംബം എന്താവും, എന്റെ കച്ചവടം എന്താവും, എന്റെ ഭാര്യ എന്താവും, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്താവും, എന്റെ മക്കളെന്താവും, ഇതൊക്കെ മനുഷ്യന്മാരാലോചിക്കും. പക്ഷെ ആ ആലോചനകളുടെ ഇടയിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹ് പറയണത്. അതെന്താണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനെന്താകും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്താകും എന്ന് നന്നായിട്ട് ആലോചിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടൊക്കെ വളരെ ഉഷാറാവണത്. അത് വേണ്ടതുമാണ്. നമ്മളിവിടുന്ന് പോയാലും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ സന്തോഷമായിട്ട് കഴിയേണ്ടതിന് ആവശ്യമായതൊക്കെ ഒരുക്കി വെക്കേണ്ടത് നമ്മൾ തന്നെ. പക്ഷേ നമ്മളിവിടുന്ന് പോയാല് നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ഒരുക്കി വെക്കണം. ഈ തിരക്കിനിടയിൽ, ഈ കടപ്പാടുകളുടെ ഇടയിൽ, നമ്മുടെ ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ സമയങ്ങൾക്കിടയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കേണ്ടതാണ് നമ്മളിവിടുന്ന് പോയാലുള്ളത്. വേറെ ഒരാളും നമ്മൾ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അവർ ചെയ്തതൊന്നും നമ്മൾക്ക് തരൂല. നമ്മൾ ആർക്ക് വേണ്ടിയാണോ വിയർപ്പൊഴുക്കി ജീവിതം മുഴുവനും ഹോമിച്ചത് അവരുടെ ഒരു ചെറിയ അമല് പോലും നമ്മൾക്ക് അവർ സമ്മാനമായി തരൂല. അത്രയും ദുർബലരായിത്തീരുന്ന ഒരു സന്ദർഭത്തിലേക്ക് വേണ്ടി അമലുകൾ തയ്യാറാക്കണം എന്ന പക്ഷം പറയുന്നു. ഒരു മരം മുറിച്ചു കഴിഞ്ഞാല് അതിന്റെ കുറ്റി മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ കുറ്റിയിലുള്ള ആ തോലിങ്ങനെ ചീഞ്ഞു പോകും. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ ആ വെളുത്ത ഭാഗവും ചീഞ്ഞു പോകും, അടർന്നു പോകും. പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും ആ കറുത്ത കാതൽ എന്ന് പറയുന്ന ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും, അല്ലെ? കാതലായ ആ ഭാഗം എത്രയോ പണ്ടൊക്കെ മുറിച്ചു മാറ്റിയ മരത്തിന്റെ കാതലായ ഭാഗം പുളോടുണ്ടോ. ഇതാണ് അമല്. മറ്റൊക്കെ ചീഞ്ഞു പോകും. നമുക്കുണ്ട് ഈ 3 ഭാഗവും. ഈ തോല് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ഈ വെള്ള എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ഈ കറുത്ത ഈ കാതലായ ഭാഗമുണ്ട്. കുടുംബം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്, അമല് എന്ന് പറയുന്നത് റസൂലുള്ള വളരെ മനോഹരമായി, എത്ര മനോഹരമാണ് ആ വചനം എന്നറിയോ. ഏതൊരു സാധാരണ മനുഷ്യന്റെയും ഹൃദയത്തെ പിടിച്ചു നിർത്തുന്ന അത്രയും മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൊരു വചനമുണ്ട്. എന്താണ്? ഏതൊരു മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട് എന്ന് പറയും. ഏതൊരു മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ 3 സഹോദരന്മാരുണ്ട്. അങ്ങനെ റസൂൽ പറഞ്ഞു. ഏതാണ് 3 സുഹൃത്തുക്കൾ? ഒന്ന് പണമാണ്. പണം മനുഷ്യനോട് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയും. ഒരു സേഫാണ്, ഒരു സമാധാനം തരും പൈസ ഉണ്ടെങ്കിൽ. പക്ഷെ പൈസ പിന്നെ പറയുന്നത് എന്താണ്? നീ മരിക്കുന്നത് വരെ മാത്രമേ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവൂ. നിന്റെ അവസാനത്തെ ശ്വാസം വരുന്നത് വരെ എത്ര വലിയ ഹോസ്പിറ്റലിലേക്ക് നിന്നെയും കൊണ്ട് ഓടാൻ നിന്റെ അക്കൗണ്ടിലുള്ള പൈസ ഉണ്ടാവും. പക്ഷെ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാലോ ആ പൈസ പിന്നെ വേറെ ആളുകളുടേതാണ്. ശരിയല്ലേ? രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ്. കുടുംബം പറയും, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. പൈസ പറയുന്നത് പോലെ മരിക്കുന്നത് വരെ മാത്രമൊന്നുമല്ല, മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. ഏതുവരെ? നിന്നെ ഖബറടക്കുന്നത് വരെ ഉണ്ടാവും. അവിടെ വരെ നിന്റെ കൂടെ ഞങ്ങൾ വരും. എന്നിട്ട് നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ അവസാനത്തെ മൺതരിയും തട്ടിക്കുടഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ കളികൾ, ഞങ്ങളുടെ വിനോദങ്ങൾ, നിന്നെയൊക്കെ ഞങ്ങൾ മറന്നു പോകുന്നു. അത് ശരിയല്ലേ?
ആണ്. പക്ഷെ കുടുംബം പറയുന്നത് പോലെയല്ല, സമ്പത്ത് പറയുന്നത് പോലെയല്ല അമല് പറയുന്നത്. റസൂൽ എന്ന് പറയാം, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അമല് മനുഷ്യനോട് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ മരിക്കുന്നത് വരെ മാത്രമൊന്നല്ല, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ പിന്നാലെ പിന്തുടരുന്ന കൂട്ടുകാരനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നു. നല്ല അമല് മാത്രമാണ് ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് സമാധാനമായിരുന്നു. പക്ഷെ ചീത്ത അമല് തന്നെ പറയണം. അപ്പൊ എന്താണ് നമ്മുടെ സമ്പാദ്യം? മരിക്കുന്നത് വരെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം, ടൈം. അതാണ് നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞത്, അല്ലേ? മരിച്ചുപോയ ആളുകൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? ടൈം. നമ്മൾക്ക് എന്താണ് ബാക്കിയുള്ളത്? ടൈം. അപ്പൊ നമ്മൾ എത്രയും ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷവും വിനിയോഗിക്കേണ്ടത് സമയമാണ്. ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. ആ സെക്കൻഡ് പിന്നെ നമ്മൾ എത്ര കോടി രൂപ ചെലവഴിച്ചാലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഒരു പുഴയെ നമ്മൾ ഒരു പ്രാവശ്യമേ കാണുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ഒരു ചൈനീസ് പഴമൊഴിയാണ്. ഒരു പുഴയെ ഒരു മനുഷ്യനെ ഒരു പ്രാവശ്യം കാണുന്നുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വരുമ്പോ ആ പുഴ മാറിയിട്ടുണ്ടാവും, അതിന്റെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ടാവും. അയാൾ നേരത്തെ കണ്ട വെള്ളമല്ല ഇപ്പൊ ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ്. ഈ ഫാന് സൗണ്ട് പ്രശ്നമാണ്. ഈ ഫാന് അതവിടെ നോക്കാം. അത് ചൂടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞത് ബർക്കത്തിനെ കുറിച്ചാണ്. ബർക്കത്ത് നമ്മുടെ സമയവിനിയോഗം കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ ശ്രദ്ധയാണത്. ബർക്കത്ത് എന്നുള്ളതൊരു ശ്രദ്ധയാണ്, ഒരു വിശ്വാസിയുടെ ജാഗ്രതയാണ്. എത്ര നമ്മുടെ സമയത്തെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുണ്ടോ അത്രയും ആ സമയം നമുക്ക് ഉപകാരപ്രദമായി മാറും. ഇമാം ഗസാലി റഹിമഹുള്ളയുടെ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. 967 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. തീർച്ചയായും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം. ഇന്റർനെറ്റിൽ അതിന്റെ ഫുൾ ഭാഗവും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട് നെറ്റില്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇത്ര മനോഹരമായൊരു പുസ്തകം. 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകം ഇന്നും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്നാണ്. കാരണം എന്താണ്? നമ്മുടെ ഇടയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചിട്ട് നമ്മളെ വളരെ പ്രസക്തമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ട് വളരെ പ്രസക്തമായ വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ അയാളുടെ അടുത്തേക്ക് വരും. അയാളുടെ അടുത്തേക്ക് വരും മാത്രമല്ല, അയാൾ പറയുന്ന ഓരോ വാക്കും വരിയും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എഴുതി വെക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യും. കാരണം എന്താ? നമ്മൾ കാണാത്ത ലോകം കണ്ട ആളാണ് അയാള്, നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട ആളാണ് അയാള്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇമാം പറയാണ്, അങ്ങനെ ഒരാൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. ആരാണത്? ഖുർആൻ. നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഖുർആൻ. നമ്മൾ കാണാത്തത് കാണാനിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഖുർആൻ. നമ്മളറിയാത്ത അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇമാം പറയുന്നത്. അതിന് കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞ ഒരാള് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ദിവസം കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അങ്ങനെ ഒരാൾ തിരിച്ചു വന്നാല് എന്താണ് അയാള് ഈ ലോകത്ത് വെച്ചിട്ട് ചെയ്യാൻ? ഒരു ദിവസം ഒരാൾക്ക് അള്ളാഹു പരോൾ കൊടുക്കുന്നത് പോലെ ഒരു ദിവസം കൂടി ഈ ലോകത്തേക്ക് ജീവിക്കാനുള്ള അവസരം ഒരാൾക്ക് അള്ളാഹു കൊടുത്തെന്ന് വിചാരിക്കുക. ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്താണ് ചെയ്യാന്ന്? അമലു സ്വാലിഹാത്ത് ചെയ്തു. കാരണം എന്താ? അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് അയാൾക്ക് ജീവിതം പോയപ്പോ മനസ്സിലായി. അതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യമുള്ളൂ. ഞാൻ പ്രധാനമെന്ന് വിചാരിച്ചതൊന്നും പ്രധാനമല്ല, ഞാൻ ഗൗരവമെന്ന് കരുതി പിന്നാലെ കൂടിയതൊന്നും എന്റെ ജീവിതത്തിന് തുണയായി തീരുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് സമ്പാദ്യം? അമലുകളല്ല സമ്പാദ്യം, പിന്നെയോ അമലു സ്വാലിഹാത്തുകളാണ് സമ്പാദ്യം. വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. പടച്ചവന് അമലുകളല്ല വേണ്ടത്,
അമലു സ്വാലിഹകളാവേണ്ടത്. എണ്ണമല്ല പഠിച്ചവന് വേണ്ടത്, ഗുണമാണ് പഠിച്ചവന് വേണ്ടത്. കുറെ നിസ്കാരമല്ല പഠിച്ചവന് വേണ്ടത്, വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിച്ച കുറച്ച് ഇബാദത്തുകൾ അത് പഠിച്ചവന് ഇഷ്ടമാണ്. അപ്പൊ ജീവിതത്തെ, സമയത്തെ വളരെ ജാഗ്രതയോടുകൂടി ഇമാം വേറൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരാൾ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു സിംഹത്തിന്റെ മുന്നിൽ അയാൾ പെട്ടുപോയി. ആ സിംഹത്തെ കണ്ട് പേടിച്ച ഇയാള് ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടി 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 ആ ഓട്ടത്തിനിടയിൽ അയാൾ ഒരു കിണറ്റിൽ പോയി വീഴുന്നുണ്ട്. ആ വീഴുന്നതിനിടയിൽ ഒരു വള്ളിയിൽ ഇയാൾക്ക് പിടിക്കാൻ കഴിയുന്നുണ്ട്. സമാധാനമായി. പക്ഷെ ആ വള്ളിയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന അയാൾ താഴേക്ക് നോക്കുമ്പോ വലിയ വലിയ കാള സർപ്പങ്ങൾ ആ കിണറ്റിൽ ഇങ്ങനെ ഇഴയുന്നതാണ് ഇയാൾ കാണുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ അയാളെ ഓടിച്ച ആ സിംഹം മുകളിലുണ്ട്. ഈ വള്ളിയിലേക്ക് നോക്കുമ്പോൾ ഈ വള്ളിയിൽ ഒരു വെളുത്ത എലിയും കറുത്ത എലിയും ആ വള്ളിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തകർന്നുപോയ മനുഷ്യൻ, ജീവിതത്തിൽ ഹൃദയം തകർന്നു പോകുന്നത്രയും മനുഷ്യനെ മനസ്സ് തകർക്കുന്ന അത്രയും വലിയ പേടിയോടുകൂടിയാണ് അയാൾ ആ നിമിഷം നിൽക്കുന്നത്. പക്ഷെ ആ സമയത്താണ് അയാളുടെ മൂക്കിന്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത്. ആ തുള്ളി പതുക്കെ പതുക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അയാളുടെ നാവിൽ കൊണ്ട് ആ തുള്ളിയെ ഒന്ന് രുചിച്ചു നോക്കുമ്പോ അതൊരു തേൻതുള്ളിയാണ്. ആ തേൻതുള്ളി നാവിലേക്ക് കുത്തുന്നതോടുകൂടി മനുഷ്യനെല്ലാം മറന്നുപോവുക. പിന്നെ അയാൾ ആ തേൻതുള്ളി ഇങ്ങനെ തേൻതുള്ളി വരുന്നതും കാത്തിരിക്കുകയാണ് മനുഷ്യൻ. ആ തേൻതുള്ളി ഇങ്ങനെ ആസ്വദിക്കുകയാണ് അയാൾ. ഇമാം പറയണേ, ഇതുപോലെയാണ് മനുഷ്യന്മാര്. ജീവിതത്തിന്റെ വളരെ പ്രധാനമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ട് അല്പസുഖങ്ങളുടെ ചെറിയ ചെറിയ വളരെ നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന സുഖങ്ങൾ കൊണ്ട് ഈ മനുഷ്യന്മാര് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മറക്കുക. മുകളിലുള്ള സിംഹത്തേൾ മറന്നു, താഴെയുള്ള പാമ്പിനേളും മറന്നു, അയാളുടെ ആ ജീവിതമെന്ന പിടിവള്ളി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വെളുത്ത എലിയായ പകലിനെയും കറുത്ത എലിയായ രാത്രിയെയും ഇയാൾ മറന്നുപോയി. ഈ കറുത്ത എലിയും വെളുത്ത എലിയും തീർത്തുകൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതമാണ് എന്ന യാഥാർത്ഥ്യവും അയാൾ മറന്നുപോയി എന്ന് മനോഹരമായ ഒരു കഥയിലൂടെ ഇമാം ജീവിതത്തെ വർണ്ണിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പരമമായൊരു യാഥാർത്ഥ്യമാണത്. നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് അച്ചാറ് കൂട്ടാറില്ലേ? എത്രയാണ് അച്ചാറ് കൂട്ടാറുള്ളത്? വളരെ കുറച്ചേ കൂട്ടുള്ളൂ. ഒരു രുചിക്ക് ഒരു പുളിക്ക് അത്രേ കൂട്ടുള്ളൂ. എന്നാൽ ചോറിനേക്കാൾ അധികം ഒരാൾ അച്ചാറ് കൂട്ടുകയാണെങ്കിൽ അയാളെ പറ്റി നമ്മൾ എന്താ പറയാ? ഒരു വിവേകശാലിയായ ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല എന്നുള്ളത് ഉറപ്പാണത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങൾ, രസങ്ങൾ ഇതൊക്കെ അച്ചാറ് പോലെയാണ്. പക്ഷേ ഞാൻ ചോറിനേക്കാൾ അധികം അച്ചാറ് കൂട്ടുന്നുണ്ടോ എന്ന് ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? ജീവിതത്തിലെ രസങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങളെക്കുറിച്ചുള്ള ആദികൾ, വേവലാദികൾ, ജീവിതത്തിലെ അസൗകര്യങ്ങളെക്കുറിച്ചുള്ള പരാതികൾ, ഇങ്ങനെയൊക്കെ ഒരു സാധാരണ മനുഷ്യന്റെ വേവലാദികളും വിഫലതകളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പലതിന്റെയും പിന്നാലെ മനുഷ്യൻ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. ഇതൊക്കെ ആ അച്ചാറ് പോലെയാണത്. പക്ഷെ പല ആളുകളും ചോറിനേക്കാൾ അധികം അച്ചാറാണ് കൂട്ടുന്നത്. വളരെ യാഥാർത്ഥ്യം, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കേണ്ട ഈ വിഷയത്തെ മറന്നു പോകുന്നു എന്നുള്ളത്. ശരി, അപ്പൊ എന്താണ് ജീവിതം കൊണ്ട് നേടേണ്ടത്? അമലസ്വാലികളാണ്. നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? അമലസ്വാലികൾ. നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ജീവിതത്തെക്കുറിച്ചൊന്ന് പുനരാലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നത്, നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന അമലസ്വാലികളായിരിക്കും. മറ്റതൊക്കെ നമുക്ക് തീർന്നു പോകും. ചിലപ്പോൾ അത് നമ്മുടെ സമ്പാദ്യമായിരിക്കാം, നമ്മുടെ പണം. നമ്മുടെ സമ്പാദ്യമല്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നമുക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ആ പണത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പാദ്യമാണ്. മക്കളോ? നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ നമ്മൾ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, എന്റെ മക്കളാണ് എന്റെ സമ്പാദ്യം എന്ന് പറയും. എന്തിനാ കുറെ പൈസ? എന്റെ കുട്ടികളാണ് എന്റെ സമ്പാദ്യം എന്ന് പറയും വാപ്പയും ഉമ്മയും, അല്ലേ? ശരി, പക്ഷെ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മൾ സമ്പാദ്യമാണോ? നമ്മളൊന്ന് ആലോചിച്ചു. നമ്മൾ കൊടുക്കുന്ന പൈസയല്ല. അത് ഏതൊരു മനുഷ്യനും ഏതൊരു പുത്രനും ഏതൊരു മകനും ചെയ്യാവുന്ന ഒരു ഔദാര്യമാണത്. പക്ഷെ അതല്ല ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഉപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും മകനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്നേഹ സമ്മാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ തിരക്കിനൊക്കെ ഇടയിൽ ഇരുന്നിട്ട് നമ്മൾ സ്വസ്ഥമായിരുന്ന് ആ പാവം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അത് എത്രമാത്രം വലിയ സ്നേഹമാണ് പടച്ചവന്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടാൻ കാരണമായി തീരുന്നത് എന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതിനപ്പുറത്തുള്ളത്. ഖബറിൽ കിടക്കുന്ന സമയത്ത് പോലും ഒരു ഉമ്മയും ഉപ്പയും ഒരാശ്രയത്തിന് വേണ്ടി കൈകൾ ഉയർത്തുന്ന സമയത്ത് ആശ്രയമായി, ആശ്വാസമായി, തണലായി, തലോടലായി അവർക്ക് ലഭിക്കുന്നത് അവരുടെ സ്വാലിഹികളായ മക്കളുടെ പ്രാർത്ഥനയായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രാധാന്യം. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഉമ്മമ്മാന്റെ ജീവിതം മുഴുവനും കുട്ടികള്, പേരക്കുട്ടികള്, ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമുള്ളൂ. അത്രയും സ്നേഹം, എല്ലാവരോടും സ്നേഹം, എല്ലാ മതക്കാരോടും. അങ്ങനെ പ്രത്യേകിച്ച് ആരോടൊരു വിഭാഗീയതല്ലാതെ മാങ്ങ, ചക്ക, അങ്ങനെയുള്ള വീട്ടിൽ എല്ലാവർക്കും കൊടുക്കും. വീടിന്റെ മുമ്പിലൂടെ ബസ് പോകുന്നുണ്ട്, ആ ബസ്സിലുള്ള ഡ്രൈവർ അല്ലെങ്കിൽ ബസ്സിന്റെ ജീവനക്കാരൊക്കെ ഉമ്മാക്കറിയാം. എന്നിട്ട് ആ ബസ് നിർത്തിയിട്ട് ഇത് കൊടുക്കും. പെട്ടെന്ന് മരിച്ചുപോയി ഉമ്മ. ഒരു അസുഖമില്ല, പെട്ടെന്ന് മരിച്ചുപോയി. എല്ലാവരെയും സങ്കടപ്പെടുത്തിയ മരണമായിരുന്നു നാട്ടിലുള്ള. കുടുംബത്തിലുള്ള മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ആ വീട്ടിലേക്ക് ഓടിയെത്തി. എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. അവസാനം ആ വീട്ടിൽ നിന്ന് പിരിയുമ്പോൾ എല്ലാവരും പരസ്പരം പറഞ്ഞത്, എങ്ങനെയാണോ ഉമ്മല്ലാത്ത ഈ വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാ വരിക, ഉമ്മല്ലാത്ത ഈ തറവാട്ടിലേക്ക് എങ്ങനെയാ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഇന്നാരും പറയാറില്ല. എല്ലാവരും ആ വീട്ടിലേക്ക് വരാറുണ്ട്. തമാശകളും കളിയും ചിരിയും ഒക്കെ ഉണ്ട്. ഒരാൾ പോലും ആ ഉമ്മമ്മന്റെ ഖബറിന്റെ അടുത്തുനിന്ന് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയം കാണാത്ത മക്കളും പേരക്കുട്ടികളും ഒക്കെയാണ് ആ ഉമ്മമ്മക്കുള്ളതെങ്കിൽ അവരൊക്കെ ആ ഉമ്മമ്മയുടെ സമ്പാദ്യം എന്ന് പറയാൻ പറ്റും. ആ പാവ ഉമ്മയ്ക്ക് ഇന്ന് അവരുടെ ഖബർ ജീവിതത്തിൽ എന്താണ് സമ്പാദ്യം? നാളെ വരാനിരിക്കുന്ന നമ്മുടെ ഖബർ ജീവിതത്തിൽ നമുക്ക് എന്താണ് സമ്പാദ്യം? തീർച്ചയായും നമ്മൾ ചെയ്ത അമലുകൾ. വേറെ ആരെയും നമ്മൾ ഉറപ്പിക്കണ്ട, വേറെ ആരെയും നമ്മൾ വിശ്വസിക്കണ്ട. ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, അത്രയേ ഉള്ളൂ. സമ്പാദ്യം അമലുകളാണ്. എത്ര നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകേണ്ടത് നമ്മളൊരു അമലെങ്കിലും ചെയ്യുമ്പോഴാണ്. ഇബാദത്തുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇബാദത്തുകൾ തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതുമാണ്, നമ്മളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതുമാണ്. അതല്ലാത്തതും ഒരുപാട് അമലുകൾ നമ്മുടെ ജീവിതം വെറുതെ നിൽക്കുമ്പോൾ പോലും അമലുകൾ ചെയ്യാൻ അവസരം നൽകിയവനാ പടച്ചവൻ. എത്ര വലിയ കാരുണ്യമാണ്. വെറുതെ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ പോലും അയാൾക്ക് അമലു സാലിയാത്തുകൾ ചെയ്യാം. അത്രയും ഒരു മനുഷ്യനെങ്കിലും നമ്മുടെ ഒരു സഹായം കിട്ടിയിട്ട് സന്തോഷമായിട്ടൊന്ന് കിടന്നുറങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിച്ച ഒരാളായിരുന്നു, അല്ലെ? മാസങ്ങളോളം പച്ച ഇലയും പച്ച വെള്ളവും മാത്രം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ. ശഅബ് അബീ താലിബ് എന്ന കുന്നിൻ ചെരുവില് പച്ചവെള്ളവും പച്ച ഇലയും കഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സഹാബികൾ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ വിസർജ്യങ്ങൾ പോലും മൃഗങ്ങളുടെ വിസർജ്യം പോലെയായിരുന്നു പച്ച ഇല കഴിച്ചിട്ട്. പക്ഷേ അപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ടില്ല. റസൂലിന്റെ ഒരു വിഷമത്തിന്റെ പേരിൽ റസൂലിന്റെ കരഞ്ഞിട്ടില്ല. പക്ഷേ അനാഥയായൊരു കുഞ്ഞിനെ കാണുമ്പോ റസൂലിന്റെ കരഞ്ഞു പോകും. വിധവയായൊരു സ്ത്രീയെ കാണുമ്പോ റസൂലുള്ളയുടെ കണ്ണു നിറയും. പാവപ്പെട്ടൊരു മനുഷ്യന്റെ വിഷമം കാണുമ്പോ റസൂലുള്ള കരഞ്ഞു പോകും. എന്നാൽ അവന് സ്വന്തം ഒരാവശ്യത്തിന് വേണ്ടി റസൂൽ ഒരിക്കലും കരഞ്ഞില്ല. എന്തുകൊണ്ടായിരുന്നത്? എത്ര ഉദാത്തമായൊരു മനസ്സാണതെന്ന് ആലോചിച്ചു. അപ്പോ നമ്മുടെ അമലുകൾ അങ്ങനെയാണ്. അത്രയും വിശാലമായ ഏരിയകൾ പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ഒരനാഥയെ എത്ര പ്രാധാന്യപൂർവമാണ് ഖുർആൻ, റസൂലുള്ളാഹിയുടെ വചനങ്ങൾ എത്ര പ്രാധാന്യപൂർവ്വം അത് കാണുന്നത്. ഒരാൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, മനസ്സിലെ സ്നേഹമൊക്കെ വറ്റിപ്പോയതുപോലെ, കാരുണ്യമൊക്കെ തീർന്നു പോയതുപോലെ, എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള അയാൾക്ക് കൊടുത്ത പരിഹാരം എന്താണ്? ഒരു അനാഥയായ കുട്ടിയെ പോയിട്ടൊന്ന് തലോട് എന്ന്. അനാഥയായൊരു കുഞ്ഞിനെ പോയിട്ടൊന്ന് തലോട്. അപ്പൊ നിനക്കറിയാ സ്നേഹത്തിന്റെ വില. ആ കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോ സ്നേഹം എന്താണ് എന്ന് നിനക്ക് മനസ്സിലാവും. നിന്റെ ഒരു തലോടൽ കിട്ടുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന ആശ്വാസം കാണുമ്പോ നിനക്കനുഭവിക്കാൻ കഴിയും എന്താണ് സ്നേഹമെന്ന്. നമ്മളൊരു കുട്ടിയെങ്കിലും തലോടിയിട്ടുണ്ട്. ഒരു അനാഥയായൊരു കുട്ടി. ആലോചിച്ചു, അനാഥയെ തലോടേണ്ടതിനെ കുറിച്ചും അനാഥയെ പരിഗണിക്കേണ്ടതിനെ കുറിച്ചും നമ്മൾ പ്രസംഗിക്കും. പക്ഷെ ഒരു അനാഥ കുഞ്ഞ് നമ്മുടെ കാരണം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളൊരു താങ്ങായിട്ട് അവന് മാറിയിട്ടുണ്ടോ? നമ്മുടെ കാരണം കൊണ്ട് ഒരു കുഞ്ഞെങ്കിലും, ഒരാൾ മതി, നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി മതി. എന്തിനാ പുറത്തേക്ക് പോണത്?
ഒരു കുടുംബത്തിലെ അനാഥയായ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞിനെങ്കിലും നമ്മൾ ആശ്വാസമായിട്ടുണ്ടോ? നമ്മുടെ കാരണം കൊണ്ട് പഠിച്ചു കടന്നിട്ടുണ്ടോ? ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആയിരിക്കില്ല നാളെ നമ്മുടെ നേട്ടമായി മാറുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള അമലുകളായിരിക്കും. വിധവകളായ സ്ത്രീകളെ കുറിച്ച് എത്ര അസാഇ അലൽ അർമിലത്തി വൽ മസാകിനകൽ മുജാഹിദി ഫീ സബീലില്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞതാ. വിധവകളായ സ്ത്രീകൾക്ക്, പാവപ്പെട്ടവരായ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. അവിടെ കൊണ്ടോട്ടി കരിപ്പൂര് എയർപോർട്ടിന്റെ തൊട്ട് താഴെ ഒരു ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ, ഒരു 10-15 ആളുകൾ മാത്രം, അവര് ചേർന്നുണ്ടാക്കിയൊരു ട്രസ്റ്റാണ്. ഈ അടുത്ത് കുറച്ചു മുമ്പ് അവിടെ നിന്ന് കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് ഒരു ചെറിയ കെട്ടിടം നോക്കി. ആ കെട്ടിടം ഇങ്ങനെ ചെന്ന് നോക്കിയാൽ ഒരു റൂമിൽ നിറയെ വസ്ത്രങ്ങളാണ്. ഒരു ഫാബ്രിക്സിൽ കയറി പോയത് പോലെയാണ് നിറയെ വസ്ത്രങ്ങൾ. കുട്ടികളുടെ വസ്ത്രം, വലിയവരുടെ വസ്ത്രം, പർദ്ദകൾ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ അടുക്കടുക്കായി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പുതിയ വസ്ത്രമല്ല. പൈസക്കാരായ ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് ഇവര് ശേഖരിച്ചതാണ്. ഇതിനാവശ്യക്കാരുണ്ട്. സ്വപ്നങ്ങൾ തേടി മനുഷ്യർ പാറിപ്പോകുന്ന കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ട് താഴെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു കിടക്കുന്ന 400-ലേറെ കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്രയമായി ഇന്നുവരെ മാറിക്കുക. തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്, നമ്മൾ റേഷൻ ഷോപ്പിൽ ചെന്ന പോലെ. ഗോതമ്പുണ്ട്, അരിയുണ്ട്, പഞ്ചസാരയുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഇതും ഇങ്ങനെയുള്ള ഓരോ വീടുകളിൽ നിന്നും പീടികയിൽ നിന്നൊക്കെ ശേഖരിച്ച് ഈ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവരൊരു സംഭവം പറഞ്ഞു. ഒരു കുട്ടി കുറച്ചു മുമ്പ് ഇവന് ഒരു ഡ്രസ്സേ ഉള്ളൂ. അപ്പൊ ആ ഡ്രസ്സ് അലക്കിയിട്ടിട്ട് ഉണങ്ങാതായപ്പോ ഇവൻ ഡ്രസ്സ് ഇടാതെ സ്കൂളിലേക്ക് പോയി. അപ്പൊ കുട്ടികളൊക്കെ ഇവനെ പരിഹസിച്ച് ഇവന്റെ പുറത്തുകൂടെ ഒക്കെ വരച്ച് അങ്ങനെ ആയപ്പോ ഇവൻ വീട്ടിലേക്ക് തന്നെ ഓടി തലേണയുടെ ഉള്ളിൽ നിന്ന് പഴയ ഒരു ഷർട്ട് വലിച്ചു കൂടിയിട്ട് അതിട്ടിട്ട് സ്കൂളിലേക്ക് പോയി. അവനിപ്പോ വളർന്ന് വലിയ ആളായിട്ടുണ്ട്. ഈ അടുത്ത് അവൻ ഈ സ്ഥാപനത്തിൽ വന്നിരുന്നത്ര. എന്നിട്ട് 1000 ആളുകൾക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ കൊടുത്ത് പോയി. ഇതാണ് പഠിച്ചത്. ഉള്ളവനെ കഴിയുന്നവനാണ് ഇല്ലാതെ ആയവനെ ഉള്ളവനാക്കാനും കഴിയുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അമലുസ്സാലിഹാത്തുകൾ എത്ര വിശാലമായിട്ട് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. നേരത്തെ സഹോദരൻ അബ്ദുസലാം പറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ച് എന്താണ് അവിടേക്ക് നമുക്കുള്ളത്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, അവനവന് നോക്കാനാ പറഞ്ഞത്. അവനവന് ശ്രദ്ധിക്കാനാ, അവനവന്റെ അമലുകളെ ശ്രദ്ധിക്കാനാ. വേറെ ഒരാളെയും തൂക്കി നോക്കാനല്ല, വേറെ ഒരാളുടെയും കർമ്മങ്ങളെ വിചാരണ ചെയ്യാനല്ല, അവനവനെ വീണ്ടും 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 വിചാരണ ചെയ്യാനാണ് പടച്ചോൻ നമ്മോട് പറയണം. വേറൊരാളെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. വേറൊരാളുടെയും അമലുകളെ വിചാരണ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല. വേറൊരാളുടെയും പ്രവർത്തനങ്ങളെ തൂക്കി നോക്കേണ്ട ഉത്തരവാദിത്തമല്ല. പക്ഷെ നമ്മെക്കുറിച്ച് നമുക്കുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആന് കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ഏറ്റവും ഉന്നതനായൊരു സത്യവിശ്വാസിയാണ്. പറഞ്ഞാൽ തീരാത്തത്ര ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ട മനുഷ്യൻ. സൂറത്തുൽ വാഖിയ ആദ്യമായി കേട്ട ഉമർ ബോധക്ഷയനായി വീണുപോയി എന്ന ചരിത്രം. നടക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ട്. ദൂരെ ഒരു ചെറിയൊരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ ഒരു വെളിച്ചം കാണാം. അപ്പൊ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് സലാം പറയുമ്പോ സലാം അടക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അവരുടെ കണ്ണ് മറച്ചു പിടിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് മനസ്സിലായി അവർ കരയുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ് എന്താണ് കാരണം. അവർ പറയണില്ല. അവസാനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോ അവർ പറഞ്ഞു എന്റെ മക്കൾ കരയുന്നോണ്ട് കരയാണ്. അപ്പൊ ചോദിച്ചു എന്തിനാ മക്കൾ കരയുന്നത്? അവർ പറഞ്ഞു വിഷമിട്ടാണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വേവിക്കാനായിട്ട് ഒന്നുമില്ലെന്ന് വെച്ചപ്പോ ഒന്നുമില്ല എന്നാ സ്ത്രീ പറയാ. അപ്പൊ ഭർത്താവ് ഇവിടെ മരിച്ചുപോയി എന്ന് പറയാം. അപ്പൊ ഈ നാടിന്റെ ഭരണാധികാരി ഖലീഫ എന്താണ് ചെയ്യുന്നതെന്നറിയോ? വീട്ടിലേക്ക് തന്നെ ഓടിപ്പോവാ. കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ ഓടിപ്പോയി കുറച്ച് ആക്കപ്പൊടിയും കുറച്ച് നെയ്യും ആ ചപ്പാത്തി ചൂടുന്ന കല്ലും എടുത്തിട്ട് ഈ സഹോദരിയുടെ വീട്ടിലേക്ക് തന്നെ ഓടി വീഴുക. എന്നിട്ട് ആ സഹോദരിയോട് പറയുന്നത് കുറച്ചു നേരം നിങ്ങൾ അടുക്കളയിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അവര് മാറി നിന്നു. ഖലീഫ അടുക്കളയിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പുറത്തു നിന്നു.
എന്നിട്ട് അദ്ദേഹം ചപ്പാത്തി ചുട്ട് നെയ്യ് പുരട്ടി ആ പാവ ഉമ്മയ്ക്കും ആ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അത് വിളമ്പിക്കൊടുത്ത് അവരത് സന്തോഷത്തോടുകൂടി കഴിക്കുന്നത് കണ്ട് ആ വീട്ടിൽ നിന്ന് നിറഞ്ഞ ആഹ്ലാദത്തോടുകൂടി ഇറങ്ങുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരിയോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നാമതായിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ഒരാളോടും പറയരുത്, എനിക്കത് പൊരുത്തല്ല, ഒരു മനുഷ്യനോട് നിങ്ങൾ പറയരുത്. രണ്ടാമത്തത്, നിങ്ങൾ സ്വകാര്യമായി നിങ്ങളുടെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന് പറയണം, അതിനു മാത്രം പാപങ്ങൾ ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരിയുടെ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ആലോചിച്ചു, ഒരു നാടിന്റെ ഭരണാധികാരി. നമ്മൾ പറഞ്ഞല്ലോ വിധവകളെ കുറിച്ച്, നേരത്തെ പറഞ്ഞ ആ സ്ഥാപനം, ഇവരെല്ലാ ഞായറാഴ്ചയും അവരുടെ കുടുംബങ്ങൾ ഒന്നിച്ചിട്ട് ഇറങ്ങും. എന്നിട്ട് ഈ വിധവകളായ പാവപ്പെട്ട ഒരുപാട് ഉമ്മമാരുണ്ട് അവിടെ. അവര് ഒറ്റയ്ക്കൊരു പുരുഷന് പോകുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്, പോകാനും പാടില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുക, ഭാര്യമാരെയും കൊണ്ടിട്ടാ പോവുക. എന്നിട്ട് ആ സ്ത്രീകളോട്, വിധവകളായ പാവ സ്ത്രീകളോട് ഇവരുടെ ഭാര്യമാര് സംസാരിക്കും, അവരുടെ ആവശ്യങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കും, എന്തൊക്കെയാണ് അവർക്ക് അത്യാവശ്യമുള്ളത് അതൊക്കെ നിർവഹിച്ചു കൊടുത്തിട്ട് അവിടുന്ന് പോരും. എത്ര സന്തോഷമുള്ളൊരു ജീവിതം ആലോചിച്ചു. ഓരോ രാത്രിയും സന്തോഷകരമായി കിടന്നുറങ്ങാൻ കഴിയും. ശരി, ഇതാണ് നമ്മുടെ സമ്പാദ്യം, ഇതായിരിക്കണം നമ്മുടെ സന്തോഷം. നമ്മുടെ സുഖങ്ങളെക്കുറിച്ചും നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ചും അത് നമ്മൾ വേണ്ടുവോളം ആലോചിക്കുന്നുണ്ട്. ഒരു സത്യവിശ്വാസി അവനവന് വേണ്ടി കരയുന്നവനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നവനാണ്. അവനവന് വേണ്ടി പൊരുതുന്നവനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പൊരുതുന്നവനാണ്. അവിടെയാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്ത അമലാണ്, അല്ലെ? നിങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്ത അമലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചവനെ, ഞാനിവിടുന്ന് മരിച്ചുപോയാലും വരാനിരിക്കുന്ന മനുഷ്യർ, എന്നെ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ അറിയാത്ത ഒരുപാട് മനുഷ്യർ വരാനിരിക്കുന്നുണ്ട്, അവരൊക്കെ ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ നാവിൽ നല്ലത് മാത്രം ഉണ്ടാകണമേ. ആലോചിച്ചു, ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. കൂടെയുള്ള ആളുകൾ നല്ലത് പറയണമെന്നല്ല, അത് കേട്ട് സുഖിക്കണമെന്നല്ല, ഇവിടുന്ന് പോയാലും വരാനിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവര് നല്ലത് പറയണേ. ഒരാളുടെ കഥകൾ കേട്ടിട്ടില്ലേ? അയാൾ അസുഖം ബാധിച്ച് കിടക്കുമ്പോ ഒരു പ്രചാരണം ഉണ്ട്, അയാൾ മരിച്ചു. ഇത്രയൊന്നും IT വികസിച്ചിട്ടില്ലാത്ത കാലമായതുകൊണ്ട് പത്രങ്ങളൊക്കെ അത് അച്ചടിച്ചു വന്നു. പിറ്റേ ദിവസം ഇയാളത് കാണാൻ, അയാൾ മരിച്ച വാർത്ത പത്രത്തിൽ. എന്താണ് തലക്കെട്ട്? മരണത്തിന്റെ പ്രവാചകൻ മരിച്ചുപോയി, കൊലപാതകത്തിന്റെ ദൂതൻ മരിച്ചുപോയി. വളരെ വൃത്തികെട്ട വിശകലനങ്ങളാണ് ഇയാളെ കുറിച്ചുള്ളത്. ഇയാൾ കൊലപാതകത്തിന്റെ ആളാണ്, മരണത്തിന്റെ ആളാണ്. ഇത് കാണാൻ ഈ പാവ മനുഷ്യൻ, പാവമൊന്നുമല്ല, അതിന് കാരണമുണ്ട്. കാരണം അത്രയും വലിയൊരു സാധനം ഇയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യരെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഇയാളെ കൊല്ലുന്നുണ്ട്. ആരായിരുന്നത്? അവസാനം ഇയാള് ഒരു കാര്യം തീരുമാനിച്ചു, ഇങ്ങനെ ഞാൻ അറിയപ്പെടാൻ പാടില്ല, ഞാൻ ശരിക്കും മരിച്ചുപോയാലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ ഈ ലോകത്ത് ബാക്കിയാകണമെന്ന് വിചാരിച്ച് അയാളൊരു അവാർഡ് പ്രഖ്യാപിക്കണം, അല്ലെ? ലോക സമാധാനത്തിന് വേണ്ടി ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. ആൽഫ്രഡ് നോബൽ, നോബൽ സമ്മാനത്തിന്റെ പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. ശരി, നമ്മളൊക്കെ എങ്ങനെ ഓർമ്മിക്കപ്പെടുക? നമ്മുടെ അമല് കൊണ്ടാണ്. അമലുകൾ തന്നെയാണ് ജീവിതത്തിന്റെ സമ്പാദ്യം. നമ്മളെ സ്വകാര്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളുണ്ട്, നമുക്ക് നമ്മുടെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന അമലുകളുമുണ്ട്. ഇതൊക്കെ നമുക്ക് അമലുകളുടെ വിശാലമായ മേഖലകളാണ്. അത് ശരി, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ നൽകേണ്ടത്. പടച്ചവനാണ് പ്രയോറിറ്റി. നമ്മൾക്ക് നമ്മുടെ സ്വകാര്യമായ ഇഷ്ടങ്ങൾക്കും നമ്മുടെ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും അല്ല പ്രയോറിറ്റി. അതൊക്കെ ജീവിതത്തിന്റെ നിസാരമായ രസങ്ങളാണ് എന്ന് ഒരു വിശ്വാസിയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിനാണ് പ്രയോറിറ്റി. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജിൽ ചില ആളുകളെ കുറിച്ച്. വല്ലാത്തൊരു വാക്കാണത്. നമ്മുടെ ഒരു കുട്ടിയെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് എല്ലാ സന്തോഷത്തോടും കൂടിയാണ് മക്കളെ വളർത്തുക. എത്ര സ്നേഹമാണെന്ന് പറയാൻ പറ്റൂ, അത്രയും സ്നേഹം. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാർ നാട്ടിലേക്ക് വന്നു ഗൾഫിൽ നിന്ന്. പക്ഷെ ഇയാൾ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണില്ല, ലീവ് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അയാൾ വിളിച്ചിട്ട് ചോദിച്ചു എന്തേ? അപ്പൊ ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ, എന്റെ കുട്ടിക്കൊരു പല്ല് വരുന്നുണ്ട്, അതൊന്ന് മുഴുവനും കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം. ജീവിതത്തിൽ ഒരിക്കലും ആൾക്ക് ഇനി കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അത്രയും സ്നേഹമാണ് മക്കളോട്. അങ്ങനെ നമ്മളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടി ഒരു ജോലിക്കാരനൊക്കെ ആയതിനു ശേഷം ഈ വാപ്പനെയും ഉമ്മനെ തിരിഞ്ഞു വെക്കുന്നില്ല എന്ന് വിചാരിക്കും. ആ വാപ്പക്കും ഉമ്മക്ക് എത്ര സങ്കടം ഉണ്ടാവും. വളരെ അടുപ്പമുള്ള ആളുകളോട്, സ്വാതന്ത്ര്യമുള്ള ആളുകളോട് അവർ പറയും,
അവനിപ്പോ ഞങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ കല്യാണം കഴിച്ചപ്പോ അവരുടെ പിന്നാലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ പിന്നാലെ, അവന്റെ കൂട്ടുകാരുടെ പിന്നാലെ, ഞങ്ങൾക്ക് അവിടെ ഒരു വിലയും നിലയും തരുന്നില്ല എന്ന് ആ ഉമ്മയും ഉപ്പയും പറയുമ്പോ അവരുടെ മനസ്സിന്റെ എത്ര വലിയ സങ്കടത്തോടുകൂടിയാണ് അവർ പറയുന്നത്. ഇതേ വാക്കാ പഠിച്ചു പറഞ്ഞു. ചില മനുഷ്യരെ കുറിച്ച്, വിശ്വാസികളിൽപ്പെട്ട ചില ആളുകളെ കുറിച്ച് തന്നെ എന്ത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവരുടെ ജീവിതത്തിൽ പടച്ചോനൊരു വിലയൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ എനിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ഒന്നുമില്ല. വിശദീകരിക്കേണ്ടതില്ലത്. നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, ഞാൻ എന്നെ കുറിച്ചാണ് ആലോചിച്ചാൽ മതി, എത്രയാണ് പടച്ചോനുള്ളത് എന്ന്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ മണിക്കൂറുകൾ നേരെ സംസാരിക്കും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. നമ്മുടെ നിസ്കാരം അതിലേറെ വേഗം തീർന്നുല്ലേ. ഓരോ ദിവസവും പത്രം ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നമ്മൾ വായിക്കും. പക്ഷേ ഖുർആനിന്റെ ഒരു വരി പോലും നമ്മൾ വായിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ചാണ് പഠിച്ചവനെ പറഞ്ഞത്. ഞാൻ ഈ ഇതിലൊന്നും പെട്ട ആളല്ലെങ്കിൽ എന്റെ സമയവും എന്റെ ആരോഗ്യവും എന്റെ അറിവും എന്റെ പണവും എന്റെ ഊർജവും എന്റെ സുഖങ്ങളുമൊക്കെ അള്ളാഹുവിന് വേണ്ടി കുറച്ചു നേരത്തേക്കെങ്കിലും നിർത്തിവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെ വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ എന്നെക്കുറിച്ചാണ് പഠിച്ചോളാം. മാലക്കും ലില്ലാഹി വഖാറ, എന്തേ നിങ്ങൾ പടച്ചോന് ഒരു പ്രാധാന്യം കൊടുക്കാത്തത് മനുഷ്യരെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്രയോറിറ്റി മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് തൂക്കി വെക്കേണ്ട ആയത്താണത്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പടച്ചവന് കൊടുക്കേണ്ട ഒരു വിലയും നിലയുമുണ്ട്, അവന്റെ ജീവിതത്തിൽ നിന്ന് പടച്ചവൻ കാണുന്നില്ല എന്ന് അള്ളാഹു പറയുന്നത്. ആ ഉമ്മയും ഉപ്പയും എത്ര സങ്കടത്തോടുകൂടിയാണ് അത് പറഞ്ഞത്. ഇത്ര രോഗങ്ങൾ അവന്റെ ചുറ്റുമുണ്ടായിട്ട് അവനൊരു രോഗം പോലും ഞാൻ കൊടുത്തില്ല. എത്ര അപകടങ്ങൾ അവന്റെ ചുറ്റും തൊട്ടപ്പുറത്ത് നടന്നിട്ട് അവനൊരു അപകടം പോലും വരുത്തിയില്ല. ഇങ്ങനൊക്കെ ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കാണേണ്ടത് കാണുന്നില്ലല്ലോ എന്ന് പടച്ചവന് പറയുമ്പോ എത്ര പേടിയോടുകൂടിയാണ് ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് ശ്രമിച്ചാൽ മതി. ഞാൻ പറഞ്ഞത്, ഞാനൊരു പ്രസംഗമല്ല നടത്തിയത്. നമ്മൾ വളരെ ഉള്ളു തുറന്നൊരു സംസാരമാണ്. ഈ സംസാരം ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കേൾക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ ചെയ്യുന്ന അമലാണ്. ആ അമലാണ് നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ നേടേണ്ടത്. റസൂലുള്ള ഒരിക്കലും റസൂലുള്ളക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാതെ എനിക്കും നീ ദീർഘായുസ് തരണേന്ന് റസൂൽ പ്രാർത്ഥിച്ചെവിടെയും കണ്ടുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധം പുലർത്തുന്ന ആൾക്ക് ദീർഘായുസ് വർദ്ധിക്കും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളയുടെ ആയുസ് നീട്ടിത്തരണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആയുസിന്റെ വലുപ്പത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഇന്നലെ മരിച്ചുപോയി എന്താ, നാളെ മരിച്ചുപോയി എന്താ. മരണം ഏത് നിമിഷവും നമുക്ക് കാതോർത്തിരിക്കുന്ന ഒന്നാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചുപോയി എന്താ, അവരുടെ കർമ്മങ്ങൾ അനുഭവിക്കാൻ അവർ പോയി. വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ എത്രയുള്ളൂ. ഏതൊരു ഫോണ് നാട്ടിൽ നിന്ന് വരുമ്പോഴും ആ ഫോണ് നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത, നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാകാൻ സാധ്യതയുള്ള ഒരു ഫോണാണ്, ഒരു കോളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. പക്ഷെ ഒരു വിശ്വാസിയുടെ കെൽപ്പും കരുത്തും മാനസികമായ സ്ഥൈര്യവും ഒരു നിലക്കും നമുക്ക് നഷ്ടപ്പെടാത്ത വിധം ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത വിഷയം അതാണ്. ആ സമയത്ത് അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി, ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, നമുക്ക് ശ്വാസമുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള ഈ നിമിഷമാണ്. കഴിഞ്ഞ നിമിഷം നമ്മുടെ നഷ്ടപ്പെട്ടുപോയി. വരാനിരിക്കുന്ന നിമിഷം നമുക്ക് യാതൊരു ഉറപ്പുമില്ല, ഉണ്ടോ ഇല്ലെന്ന്. പക്ഷെ നമുക്ക് ശ്വാസമുണ്ട്, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള ഈ നിമിഷമാണ് നമ്മുടെ നിമിഷം. ഒറ്റപ്പതിപ്പുള്ള പുസ്തകമേ ജന്മം, ഒറ്റത്തവണ ഓരോ പുറവും മറിച്ചു നോക്കുവാൻ മാത്രം യോഗം. പഴയ താളൊക്കെ മറഞ്ഞുപോ എന്നേക്കുമെങ്കിലും സ്വപ്നങ്ങളായി കുറി മാനങ്ങളാൽ അവ എത്രയും ഭദ്രം കരുതിന്നിതോർമ്മകൾ എന്ന് ONV ഒരു വചനമുണ്ട്. ശരിയല്ലേ? ഒറ്റപ്പതിപ്പുള്ള പുസ്തകമേ ജന്മം, ഇഹലോകം. ഒറ്റത്തവണ ഓരോ പുറവും മറിച്ചു നോക്കുവാൻ മാത്രം നിയോഗം.
പഴയ താളൊക്കെ മറഞ്ഞുപോയി എന്നേക്കുമെങ്കിലും സ്വപ്നങ്ങളായി കുറിമാനങ്ങളായി അവ എത്രയും ഭദ്രം കരുതിന്നിതോർമ്മകൾ. ഗബ്രിയേൽ ഗാസിയ മാർക്കേസിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന അതിമനോഹരമായ ഒരു കൃതിയിലൂടെ ലോകത്തുള്ള ഒരുപാട് വായനാപ്രിയരുടെ ഹൃദയം കവർന്നിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് മരണം ഏകദേശം ഉറപ്പാകുമെന്ന് അത്രയും ഡോക്ടർമാർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തൊരു സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഉറങ്ങൂല, ഒരു സെക്കൻഡ് പോലും ഞാൻ ഉറങ്ങൂല. കാരണം ഞാൻ ഉറങ്ങുന്ന ഓരോ സെക്കൻഡും എനിക്ക് നഷ്ടപ്പെടുന്നത് വെളിച്ചത്തിന്റെ, ഞാൻ ഉറങ്ങുന്ന ഓരോ മിനിറ്റും എനിക്ക് നഷ്ടപ്പെടുന്നത് വെളിച്ചത്തിന്റെ 60 സെക്കൻഡുകളാണ്. അതാണ് ജീവിതത്തിന്റെ സമയം. അത്രയും വേഗം തീർന്നു പോകുന്ന, എല്ലാം ഭാവി കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ചെറിയൊരു ജീവിതത്തിന്റെ ആഘോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ അത്ര ചെറുതാണെങ്കിലും അതീവ ഗൗരവത്തോടുകൂടി ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തേണ്ടതാണ് സമയം. ആ സമയബോധം എവിടെയാണെങ്കിലും നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകൾ പഠിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കല്ല, എന്റെ കടപ്പാട് നിങ്ങൾ അറിയിക്കുക. മാതൃകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മൾക്കുള്ള പരിമിതികളും നമ്മുടെ സാധ്യതകളും ഒക്കെ ചെറുതാണെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ നേടിയ പൈസയോ നമ്മളിവിടെ ഉണ്ടാക്കിയ സൗകര്യങ്ങളോ നമ്മളിവിടെ താമസിച്ച വീടോ ഒക്കെ മുഴുത്തെറിഞ്ഞു പോകും. കാരണം ഇവിടെ നമ്മൾ പോകേണ്ട ആളുകളാണ്. പക്ഷെ ഈ ഹൈദരാബാദ് ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലുണ്ടാകുന്നത് ഇവിടെയും നാളെ വരാനിരിക്കുന്ന ലോകത്ത് നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ഈ അമലുകളുടെ പേരിലായിരിക്കും. ഇത് നാളെ ഒരു കൂട്ടർ തുടർന്നാൽ അതിന്റെ പ്രതിഫലം നമ്മുടേതായി മാറും. ഇങ്ങനെ എവിടെയാണോ നമ്മൾ എത്തുന്നത് അവിടെയൊക്കെ നമ്മുടെ പ്രകാശം പരത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതേസമയം നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഇസ്ലാമികമായ അന്തസ്സും നമ്മുടെ വ്യക്തിത്വവും ഒരു ചെറിയ ചെളിയും ഒരു ചെറിയ കരടുപോലും കുടുങ്ങാതെ അത് ശുദ്ധമായി നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു 100 തെങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കവുങ്ങ് വളർന്നാൽ എങ്ങനെ ഉണ്ടാവും? തെങ്ങിനെ പോലുള്ളൊരു കവുങ്ങ് ഉണ്ടാവില്ലല്ലോ. തേങ്ങയെ പോലുള്ളൊരു സാധനം ഇന്ന് കിട്ടില്ലല്ലോ. കവുങ്ങിൽ നിന്ന് അടക്കന്നെ കിട്ടുള്ളൂ. കവുങ്ങ് കവുങ്ങായിട്ട് തന്നെ വളരും. ഇതുപോലെ ഇരിക്കുന്ന ഒരു വിശ്വാസി എത്ര വലിയ അഴുക്കുകളുടെ നടുവിലാകുമ്പോഴും എത്ര വലിയ ദുസ്വാധീനങ്ങളുടെ നടുവിലാകുമ്പോഴും വിശ്വാസി അവന്റേതായ അന്തസ്സും അവന്റേതായ വ്യക്തിത്വവും അവൻ നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ തെങ്ങിനെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പരാജയമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ചുറ്റുമുള്ള അഴുക്കുകളിലേക്ക് കൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പരാജയമായിരിക്കും. നമ്മുടെ ഉള്ളും പുറവും ശുദ്ധമാക്കാൻ നമ്മുടെ ഈമാന് കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ശുദ്ധമാകണം, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശുദ്ധമാകണം, നമ്മുടെ മൊബൈലിന്റെ ഉള്ളിൽ ശുദ്ധമാകണം, നമ്മുടെ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ ശുദ്ധമാകണം, നമ്മൾ സീതുകൾ അടുക്കടുക്കാക്കി വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ ഉള്ളിൽ ശുദ്ധമാകണം. ഇങ്ങനെ ഉള്ളുകൾ ശുദ്ധമാക്കുക എന്ന പ്രവർത്തനമാണ് ഈമാന് കൊണ്ട് സാധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്ക് കൂർത്ത ചോദ്യങ്ങൾ ഉയരുക, നമ്മളെ നമ്മൾ തന്നെ വിചാരണ ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്വന്തത്തോട്. മാദാ തഖൂലു ലിറബ്ബിക ഗദൻ ഇദാ അതൈതഹു യാ ഉമർ കുൻത ളല്ലൻ ഫഹദാകല്ലാഹ് വകുൻത ദലീലൻ ഫറഫഅകല്ലാഹ്. എന്താണ് ഉമറേ, നാളെ നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടൂലേ? എന്തായിരുന്നാലും കുതറിമാറാൻ കഴിയാത്തൊരു പിടുത്തമാണ് നിന്റെ റബ്ബിന്റെ പിടുത്തം. ആ പിടുത്തത്തിന് ശേഷം നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടൂലേ? അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് ഉമറേ ആ റബ്ബിനോട് നിനക്ക് പറയാനുള്ളത്, കാണിച്ചു കൊടുക്കാനുള്ളത്? വഴികെട്ട് ജീവിച്ചവനായിരുന്നു നീ, അവിടുന്ന് നിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നത് പഠിച്ചവനാ. ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ ജീവിച്ച നിന്നെ ഉയർന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് പഠിച്ചവന്. ഇങ്ങനെയൊക്കെ സ്വന്തത്തെ വിചാരണ ചെയ്ത് ജീവിതത്തെ കൂടുതൽ കൂടുതൽ പെർഫെക്ഷനാക്കി നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏത് നിമിഷവും ഈ ലോകത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, ഈ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സമാധാനത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനത്തോടുകൂടി നമുക്ക് ഇറങ്ങിപ്പോകണം.
നമ്മള് വീട്ടിലേക്കൊരു അതിഥി വന്നാല് ആ അതിഥിക്ക് വേണ്ടി ഭക്ഷണം പിന്നെ ടേബിളിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും രുചിച്ചു നോക്കും. എരിവ് കൂടിയിട്ടുണ്ടോ, ഉപ്പ് കൂടിയിട്ടുണ്ടോ, ഉപ്പ് കുറഞ്ഞിട്ടുണ്ടോ, മധുരം കുറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ നോക്കൂലേ? എന്തുകൊണ്ടാണത്? അത് വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കാൻ പറ്റൂല. വിളമ്പിനു മുമ്പേ നോക്കാൻ പറ്റും. ഒരു കത്ത് നമ്മൾ എഴുതിയാൽ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും അത് വായിച്ചു നോക്കും. സെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഇതുപോലെ ആ ജീവിതവും. ഇത് പഠിച്ചവനാണ് എടുത്തുകൊണ്ടുപോവുക. ഒറ്റ നിമിഷം കൊണ്ടാണ് തീർന്നു പോകും. പക്ഷെ ആ നിമിഷം കൊണ്ട് തീർന്നു പോകുമ്പോഴും വീണ്ടും വീണ്ടും പുനഃപരിശോധിച്ച് അള്ളാഹുവിന് നമ്മുടെ ജീവിതം എടുത്തു, അതിഥിക്ക് നമ്മൾ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും അത് രുചിച്ചു നോക്കുന്നത് പോലെ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും അതിനെ പുനഃപരിശോധിക്കേണ്ട ബാധ്യത നമ്മുടേത് മാത്രമാണ്. കാരണം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും നന്നായി പരിചയമുള്ള ആള് ഞാനാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല പരിചയമുള്ളത് നിങ്ങളെയാണ്. നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് എല്ലാവരും വന്ന് നമ്മൾ അഭിനന്ദിക്കാം. ഞാനൊരു നല്ല കാര്യം ചെയ്ത് സാജിദൊക്കെ വന്ന് ദാഹ വന്ന് അവിടുന്ന് വന്ന് എല്ലാവരും വന്ന് ഇന്നെ അഭിനന്ദിക്കാം. പക്ഷെ എനിക്കറിയാം ഇവർക്കൊന്നും അറിയാത്തൊരു കാര്യം അല്ലേ? എനിക്കതിനെപ്പറ്റി അറിയുന്ന അത്ര ഇവർക്ക് അത് അറിയുമായിരുന്നെങ്കിൽ അവരെന്നെ അഭിനന്ദിക്കുമായിരുന്നില്ല എന്നും എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല പരിചയമുള്ളതെന്ന. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വേഗം എനിക്ക് നന്നാക്കാൻ കഴിയുന്നത് എന്നെയാണ്, ആരെയല്ല. ഈ ലോകത്ത് ഏറ്റവും വേഗം എളുപ്പം ലളിതമായി എനിക്ക് നന്നാക്കാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും നല്ല പരിചയമുള്ളത് തന്നെയാണ്. അങ്ങനെ സ്വയം നവീകരിച്ച് വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് ജീവിതത്തെ അള്ളാഹുവിന് നൽകുന്നതിന് മുമ്പ്, അള്ളാഹു ഈ ജീവിതത്തെ അവങ്കലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശുദ്ധമായ ആത്മാവും അമലുകളുടെ സമ്പാദ്യവും അമലു സ്വാലിഹാത്തുകളുടെ സ്വത്തുമായിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള മഹാഭാഗ്യം കരുണാവാരിധിയായ ദയാലുവായ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ചുകൂടൽ ഒരു അമലു സ്വാലിഹായി അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.